വലിയപറമ്പ് ഇടയിലക്കാട് കാവിലുള്ള അപൂർവമായ ഓരിലത്താമര നിരീക്ഷിക്കുന്നതിനായെത്തിയ കുരുന്നുകൾക്ക് അത് പുതിയ അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകി. ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയുടെ നേതൃത്വത്തിലാണ് ഓരിലത്താമര നിരീക്ഷണം നടത്തിയത്. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. പുതുമഴയിൽ പൂവോടുകൂടി പ്രത്യക്ഷപ്പെട്ട് വർഷത്തിൽ 6 മാസം മാത്രം ജീവിച്ച് മണ്ണിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന അപൂർവ സസ്യമാണ് ഓരില. ഒരില മാത്രമുള്ള ജീവിതചക്രം പൂർത്തിയാക്കി അടുത്ത 6 മാസം മണ്ണിനടിയിൽ കിഴങ്ങിനെ ഭദ്രമായി ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്ന സസ്യത്തിൻ്റെ ജീവിതചക്രം കുട്ടികൾക്ക് കൗതുക കാഴ്ചയായി. കേരളത്തിലെ കാവുകളിലും മറ്റും അപൂർവമായി കാണപ്പെടുന്ന ഓരിലത്താമര എന്ന സസ്യത്തിൻ്റെ 2 ഇനങ്ങളുള്ള കാവാണ് ഇടയിലക്കാട്ടിലെ 15 ഏക്കർ വിസ്തൃതിയുള്ള കാവ്. നെർവീലിയ പ്രൈനിയാന, നെർവീലിയ ഇൻഫുണ്ടി ബൈഫോളിയ എന്നിവയാണ് ഈ 2 ഇനങ്ങൾ. ശരാശരി 5 മീറ്റർ വ്യാസമുള്ള താമര ഇലയോട് സാദൃശ്യമുള്ള ഇലയുള്ള നിലംപറ്റി വളരുന്ന ഒരുതരം നില ഓർക്കിഡാണിത്. മണ്ണിനടിയിൽ വളരുന്ന മുത്തങ്ങയുടെ വലിപ്പത്തിലുള്ള ചെറിയ തരം കിഴങ്ങിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ മഴയുടെ തുടക്കത്തിൽ മുളച്ചു വരിക. നേർത്ത തണ്ടിൻ്റെ അറ്റത്ത് കാണപ്പെടുന്ന ഇളം പിങ്ക് നിറത്തിലുള്ള പൂവിൻ്റെ ആയുസ് ഒരാഴ്ചക്കാലമേ നീളൂ. പിന്നീടാണ് സസ്യത്തിൻ്റെ പ്രധാന ഭാഗമായ ഒരില പ്രത്യക്ഷപ്പെട്ട് നവംബർ മാസത്തോടെ മണ്ണിലേക്ക് തിരിച്ചു പോവുക. വൃക്ക, ത്വക്ക് രോഗങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഔഷധമായി ഇതിൻ്റെ കിഴങ്ങ് പഴയകാലത്ത് പാരമ്പര്യ വൈദ്യന്മാർ ഉപയോഗിച്ച് വന്നിരുന്നു. ഓരിലത്താമരകളുടെ എണ്ണം കുറഞ്ഞതോടെ ഇന്ന് ഔഷധത്തിന് ഉപയോഗിക്കുവാനും പറ്റാറില്ല. കാവിൻ്റെ 3 ഭാഗങ്ങളിലായി കാണപ്പെട്ടിരുന്ന ഈ സസ്യത്തെ കുട്ടികൾ ഇത്തവണ നിരീക്ഷിച്ചപ്പോൾ ഒരു ഭാഗത്ത് മാത്രമാണ് എണ്ണം കുറഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. ഇലയുടെ വലിപ്പത്തിലും കുറവുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ അതിശക്തമായ മഴയിൽ കാവിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതാകാം ഇതിന് കാരണമെന്ന് അനുമാനിക്കപ്പെട്ടു. ഓരില നിരീക്ഷണത്തിന് പരിസ്ഥിതി പ്രവർത്തകൻ ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയുമായ പി വേണുഗോപാലൻ, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പരിസ്ഥിതി ഡോക്യുമെൻ്ററി സംവിധായകനുമായ കൃഷ്ണദാസ് പലേരി എന്നിവർ നേതൃത്വം നൽകി. കാവിൻ്റെ 4 വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ ഓരിലത്താമര നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് ഓരിലത്താമര കാണുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ വലിപ്പത്തിലും വലിയ നിലയിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് വലിയ നിലയിൽ ഒരു പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ഈ ഓരിലത്താമരകളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഗ്രന്ഥാലയത്തിൻ്റെയും അതേപോലെ തന്നെ ബാലവേദിയിലെ കുട്ടികളും അത്തരത്തിലുള്ള ഒരു സംരക്ഷണ പ്രവർത്തനങ്ങളുടെയും കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു നിരീക്ഷണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ സത്യവ്രതൻ, കെ വി രമണി, സി ജലജ, പി വി സുരേഷൻ, എം പ്രമോദ്, കെ പി ഗിരിജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.